എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്കറിയാം നമ്മുടെ ഓണപരീക്ഷ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് 20th സ്റ്റാർട്ട് ചെയ്യുന്നു അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ടൈം ടേബിൾ ഒന്നും വന്നിട്ടില്ല. ടൈം ടേബിൾ ഒക്കെ പുറകെ വരും. അപ്പൊ നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഏതൊക്കെ പാഠഭാഗങ്ങൾ വരെ പഠിക്കാനുണ്ടെന്ന് പല കുട്ടികൾക്കും സംശയമാണ്. അപ്പം അതിന്റെ ഒരു സ്കീം തന്നിട്ടുണ്ട്. സ്കീം ഓഫ് വർക്ക്, ഈ ഒരു വർഷത്തെ സ്കീം ഓഫ് വർക്കാണ്. അപ്പൊ ഒന്നാം ടേം, അതായത് ഓണപരീക്ഷ വരെ ഏതൊക്കെ പാഠഭാഗങ്ങൾ നമുക്ക് ഓരോ ചാപ്റ്ററിനും പഠിക്കാനുണ്ടെന്ന് നോക്കാം. അപ്പൊ ഞാൻ നോക്കിയേ, ആദ്യത്തെ ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഇംഗ്ലീഷിന്റെ ഓണപരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓഗസ്റ്റ് ലാസ്റ്റ് ആണ് വരുന്നില്ല. അപ്പൊ ഓഗസ്റ്റ് മാസത്തെ പോർഷൻസ് വരെ എന്തായാലും ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാനുണ്ട് ഇല്ലേ. എല്ലാ സബ്ജക്റ്റിനും കേട്ടോ, എല്ലാ സബ്ജക്റ്റിനും ഓഗസ്റ്റ് മാസം വരെയുള്ള പോർഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ഇംഗ്ലീഷിനെ സംബന്ധിച്ചോളം ഓഗസ്റ്റ് മാസം വരെ എന്താണ് സെക്കൻഡ് യൂണിറ്റ് ഉണ്ട്, അതായത് വിങ്സ് ഓഫ് ഹോപ്പ്, അതുവരെ പഠിക്കാനുണ്ട്. അതിലെ ലെസൺ ഉണ്ടല്ലോ, അതാണ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് കേട്ടോ, അതുവരെ പഠിക്കാനുണ്ടായിരിക്കും. അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് ഇംഗ്ലീഷിന് ഓഗസ്റ്റ് മാസത്തിലുള്ളത്. യൂണിറ്റ് ഒന്നാമത്തെ യൂണിറ്റ് ബോൺസ് ഓഫ് ലൈഫ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റ് വിങ്സ് ഓഫ് ഹോപ്പ്. വിങ്സ് ഓഫ് ഹോപ്പിന്റെ ലെസൺ, സെക്കൻഡ് ലെസൺ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് വരെ പഠിക്കാനുണ്ടായിരിക്കും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ തയ്യാറാവുക കേട്ടോ. then അടുത്തത് മലയാളമാണ്. കേരള പാഠാവലി കേട്ടോ. മലയാളത്തിലെ കേരള പാഠാവലിയിൽ ഇതാ നോക്കൂ, ഓഗസ്റ്റ് മാസം വരെ പഠിക്കാനുള്ള പോർഷൻസ് ഇതാ ഇത്രയാണ് ഫസ്റ്റ് ടൈം കേട്ടോ. ഇതൊക്കെയാണ് യൂണിറ്റ്. ഏതൊക്കെ യൂണിറ്റ് ഉണ്ട്? മനസ്സിൽ നന്നാവട്ടെ കേട്ടോ. അതുപോലെ തന്നെ കലയുടെ വേരുകളുടെ ഒരു പകുതി പോർഷൻസ് വരെ ഉണ്ടായിരിക്കും കേട്ടോ. ബാക്കി പോർഷൻസ് സെപ്റ്റംബറിലാണ് വരുന്നത്. അപ്പം രണ്ടാമത്തെ യൂണിറ്റ്, അതായത് കലയുടെ വേരുകളുടെ ഒരു പകുതി വരെ കാണുമായിരിക്കും. അതിൽ ഓരോ പാഠഭാഗം ഉണ്ടല്ലോ, അതായത് പാടി വീട്ടാത്ത കടങ്ങളിൽ ഉണ്ടല്ലോ, ആ ഒരു സെക്ഷൻ വരെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി അടിസ്ഥാന പാഠാവലി, മലയാളത്തിന്റെ തന്നെ അടിസ്ഥാന പാഠാവലിയിൽ ഇതാ നോക്കുക, ഓഗസ്റ്റ് മാസം വരെയുള്ള പോർഷൻസ് ഇതാ ഇവിടം വരെയാണുള്ളത്. അതായത് അതാണ് കനിവും കരുതലും, ആ ഒരു യൂണിറ്റ് ആണ് കേട്ടോ. അതിലെ പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ്? പെരുമഴയത്ത് വരെ, കുരുവിയും കാട്ടുതീയും, കൊച്ചു ദേവദാരു, പെരുമഴയത്ത്, അവിടം വരെയായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കുന്നത് ഇതില് അടിസ്ഥാന പാഠാവലിയിൽ കേട്ടോ. ഇനി ഹിന്ദിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദിയുടെ ഓഗസ്റ്റ് മാസം വരെ പഠിക്കാനുള്ളത് ഇവിടം വരെയാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ഇതാ നോക്കിയേ, യൂണിറ്റ് ഏതാണ്? അത് സെക്കൻഡ് യൂണിറ്റ് കേട്ടോ. സെക്കൻഡ് യൂണിറ്റിലെ ഈ ഒരു പോർഷൻസ് വരെ കേട്ടോ. ഹാത്തിക്ക് കഹാനി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പോർഷൻ വരെ ആയിരിക്കും പഠിക്കാനുള്ളത്. സെക്കൻഡ് യൂണിറ്റിലെ ബാക്കി കണ്ടിന്യൂഷൻ വരുന്നുണ്ട്, പക്ഷെ ഈ ഒരു പാഠഭാഗം ഉണ്ടല്ലോ, അവിടം വരെ ആയിരിക്കും നിങ്ങൾക്ക് ഹിന്ദിയിൽ പഠിക്കാനുണ്ടായിരിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റും രണ്ടാമത്തെ യൂണിറ്റിലെ ഈ ഒരു പാഠഭാഗം വരെ. ഇനി നമ്മുടെ അടിസ്ഥാന ശാസ്ത്രം, അതായത് BS ഉണ്ടല്ലോ, ബേസിക് സയൻസ്. ബേസിക് സയൻസിന് നമുക്ക് നോക്കാം. ഓഗസ്റ്റ് വരെ പഠിക്കാനുള്ളത് ഇത്രയും ഓഗസ്റ്റ് വരെ പഠിക്കാനുണ്ട്. നമുക്കറിയാം ബേസിക് സയൻസ് എന്ന് പറയുമ്പോൾ 3 സെക്ഷൻ ആണ് അല്ലെ. ഫിസിക്സ് ഉണ്ട്, പിന്നെ ഏതാണ് കെമിസ്ട്രി ഉണ്ട്, പിന്നെ ഏതാണ് ബയോളജി. ഇത് മൂന്നും കൂടെ ചേരുമ്പോ ഒരുമിച്ചാണല്ലോ നമുക്ക് പരീക്ഷ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫിസിക്സിലാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ യൂണിറ്റ് അളവുകളും യൂണിറ്റുകളും അതുണ്ടായിരിക്കും. പിന്നെ എന്താ നോക്കിയാൽ രണ്ടാമത്തെ ചലനവും ബലവും എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കേട്ടോ, അതുണ്ടായിരിക്കും. അതിന്റെ പക്ഷേ പകുതി വരെയുള്ള കാണത്തുള്ളൂ. ബാക്കി പോർഷൻസ് ഇതാ സെപ്റ്റംബറിലേക്ക് വരുന്നുണ്ട്. അപ്പം മൂന്നാമത്തെ യൂണിറ്റിന്റെ ഒരു ഹാഫ് പോർഷൻസ് വരെ കേട്ടോ, പകുതി വരെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ സ്കൂളിലെ ടീച്ചറിനോടൊന്ന് ചോദിച്ച് കൺഫേം ആക്കുക എവിടം വരെയാണ് ഉള്ളതെന്നുള്ളത്. മൂന്നാമത്തെ യൂണിറ്റും ഉണ്ട്, അതിന്റെ പകുതി വരെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ദെൻ കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നാലാമത്തെ യൂണിറ്റ് നോക്കിയ മാറ്റങ്ങളുടെ രസതന്ത്രം നാലാമത്തെ ഉണ്ട്. പിന്നെ എന്താണ് നോക്കുക, മൂലകങ്ങളും സംയുക്തങ്ങളും, അതായത് 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്. പിന്നെ നോക്കിയ 6ാമത്തെ ചാപ്റ്റർ ലോഹങ്ങളും അലോഹങ്ങളും സെപ്റ്റംബറിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പകുതി വരെ ആയിരിക്കും കേട്ടോ. ലോഹങ്ങളും അലോഹങ്ങളും പറഞ്ഞ ഒരു ചാപ്റ്ററിന്റെ ഹാഫ് പോർഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കുന്നത്. അപ്പം 2.5 ചാപ്റ്റർ കെമിസ്ട്രിക്കും ഉണ്ട്, 2.5 ചാപ്റ്റർ ഫിസിക്സിനും ഉണ്ട്. മനസ്സിലായല്ലോ. പിന്നെ നോക്കിയ ബയോളജിയിലാണെങ്കിൽ 7ാമത്തെ ചാപ്റ്റർ നട്ടു നനയ്ക്കാൻ നന്മകൾ കൊയ്യാം അല്ലെ, 7ാമത്തെ ചാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഏതാണ് 8ാമത്തെ ചാപ്റ്റർ ജീവന്റെ ഉത്ഭവം ജീവികളുടെയും അതുണ്ട്. പിന്നെന്താണ് 8ാമത്തെ ചാപ്റ്റർ വരെയുള്ളൂ കേട്ടോ. 9ാമത്തെ ചാപ്റ്റർ പിന്നെ വരുന്നത് സെക്കൻഡ് ടൈമിലേക്കാണ് വരുന്നത്. അപ്പം ഫസ്റ്റ് ടൈമിൽ 2 ചാപ്റ്റർ ബയോളജിക്ക് 7ഉം 8ഉം ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ബേസിക് സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പഠിക്കാനുണ്ടല്ലേ. നമുക്കറിയാം ഒരു ദിവസമാണ് പരീക്ഷ വരുന്നത്. അപ്പൊ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടല്ലേ. 2, 4, 6 7 ചാപ്റ്ററോളം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഫിസിക്സിനെ കെമിസ്ട്രിക്ക് ഒരു പകുതി ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പൊ അതുകൂടെ കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു 7 ചാപ്റ്ററോളം പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക കേട്ടോ. ഓരോന്നിനും പഠിക്കാൻ കൃത്യമായിട്ട് സമയം കണ്ടെത്തി ഒരു പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി സോഷ്യൽ സയൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസം വരെ അവിടെ കണ്ടോ
ഏതാണ് 5ാമത്തെ യൂണിറ്റ് കേട്ടോ. 5ാമത്തെ യൂണിറ്റിന്റെ ഈ ഒരു സെക്ഷൻ വരെ ഇന്ത്യൻ ഭരണഘടന അവിടം വരെ പഠിക്കാനുണ്ട് കേട്ടോ. അവകാശങ്ങളും കർത്തവ്യങ്ങളും 5ാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല, ബാക്കി വരുന്നത് സെക്കൻഡ് ടൈമിലേക്കാണ് വരുന്നത്. പക്ഷെ 5ാമത്തെ യൂണിറ്റ് വരെ പഠിക്കാനുണ്ട്. അപ്പോൾ 1ാമത്തെ യൂണിറ്റ് ഉണ്ട്, 2ാമത്തെ യൂണിറ്റ് ഉണ്ട്, 3ാമത്തെ യൂണിറ്റ്, 4ാമത്തെ യൂണിറ്റ് വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 5ാമത്തെ യൂണിറ്റിന്റെ പകുതി വരെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, മനസ്സിലായല്ലോ, അതിന്റെ പകുതി വരെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി മാത്സിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്സിന്റെ കാര്യത്തിൽ ഓഗസ്റ്റ് മാസം വരുന്നതുകൊണ്ട് ഓഗസ്റ്റ് മാസം വരെയുള്ളത് ഇവിടം വരെയാണ്. അതായത് 4 യൂണിറ്റ് വർഗങ്ങള്, തുല്യ ത്രികോണങ്ങൾ, വർഗ സമവാക്യങ്ങൾ, ബഹുഭുജങ്ങൾ കേട്ടോ, അവിടം വരെ ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കുന്നത്. മാത്സിന് 4 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത് ഓഗസ്റ്റ് വരെ കേട്ടോ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കുക, കൃത്യമായിട്ട് തന്നെ പഠിക്കുക. മാത്സ് ഒക്കെ ഇപ്പം 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ബേസ് ആണ് കേട്ടോ, ഹയർ ക്ലാസ്സുകളിലേക്കുള്ള ബേസ് ആണ്. ഇപ്പൊ 9ഉം 10ലേക്കുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ പഠിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് മാത്സ് ഒക്കെ നല്ലോണം കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ എല്ലാ ചാപ്റ്ററിന്റെയും നമ്മൾ ഓണപരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങൾ കണ്ടു. അപ്പം ചില സബ്ജക്റ്റിനൊക്കെ ആണെങ്കിൽ കൂടുതൽ സമയം വേണ്ടി വരും, കൂടുതൽ പോർഷൻസ് ഉണ്ട്. ഇപ്പൊ സയൻസിന്റെ കേസിൽ, BSന്റെ കേസിൽ നമ്മൾ കണ്ടു കൂടുതൽ ചാപ്റ്ററുകളൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യും, ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരമായി ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഈ പ്ലാൻ അനുസരിച്ചിട്ട് എന്തുമാത്രം പാഠഭാഗങ്ങളുണ്ട് അത് മനസ്സിലാക്കി കൃത്യമായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. താങ്ക്